പ്രിയ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടിക്ക് ഈ പരിപാടിയുടെ മുഖത്തെക്കുറിച്ച് നിങ്ങളുടെ മെസ്സേജിലുള്ളത് സാധാരണഗതിയിൽ ഗസയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് പകരം ഈ സംഭവവികാസങ്ങളെ നമ്മുടെ വിശ്വാസവുമായും അതുപോലെ തന്നെ അള്ളാഹുവിലുള്ള നമ്മുടെ ദൃഢമായ തവക്കുലുമായും ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന ഒരന്വേഷണമാണ് ഇന്നത്തെ ചർച്ചയുടെ മർമ്മം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവെ വിദ്യാസമ്പന്നരായ ആളുകൾ എന്ന അർത്ഥത്തില് ഇപ്പോൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വികാസങ്ങളെ കുറിച്ചോ അതിനെക്കുറിച്ച് പല ആളുകളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പല രാഷ്ട്രീയ വിശാരദന്മാരും അതുപോലെ തന്നെ സാമൂഹിക ചിന്തകന്മാരും ഒക്കെ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളെ കുറിച്ചോ ഞാൻ ഈ സന്ദർഭത്തിൽ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രശ്നം നാം എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഏകദേശം 15 മാസത്തോളം നീണ്ടുനിന്ന വളരെ ഭീകരമായ ഒരു യുദ്ധം ഒരു ജനതയ്ക്ക് നേരെ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയുടെ സഹായ സഹകരണത്തോടുകൂടി ആയുധ സന്നാഹങ്ങളോടുകൂടി എല്ലാ അർത്ഥത്തിലുമുള്ള രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ പിന്തുണയോടുകൂടി നടത്തിയിട്ടും ഒരു ജനതയെ, അതും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നിരന്തരം ഉപരോധത്തിലേർപ്പെട്ടത് കാരണം ഒരു മൊട്ടുസൂചി പോലും നിർമ്മിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ കൈവശമില്ല എന്ന് ലോകം തീർപ്പിലെത്തിയ ഒരു ജനതയെ അവർക്ക് തകർക്കാനോ പരാജയപ്പെടുത്താനോ സാധിച്ചില്ല എന്നതാണ് ഈ ഒരു യുദ്ധം നമ്മുടെ മുമ്പിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. സാധാരണഗതിയിൽ നാമൊക്കെ പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ സഹാബാക്കളുടെയും ഇസ്ലാമിക ചരിത്രത്തിലുള്ള മറ്റനേകം സംഭവങ്ങളുടെയും ചരിത്ര വിവരണം നടത്തുമ്പോൾ വിശ്വാസം കൈമുതലായി പ്രവർത്തിക്കുന്ന ഒരു ജനതയെ പരാജയപ്പെടുത്താൻ ഭൗതിക ശക്തി കൊണ്ട് ആർക്കും സാധ്യമല്ല എന്ന് പ്രസംഗിക്കാറുണ്ട്, എഴുതാറുണ്ട്. അതൊക്കെ പറയുമ്പോൾ തന്നെ ചില സുഹൃത്തുക്കളെങ്കിലും നമ്മളോടൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്, ഈ അതിരുകവിഞ്ഞ ഈ പ്രതീക്ഷയും അവലംബവും ഒക്കെ ഈ സമുദായത്തെ വല്ല അർത്ഥത്തിലും രക്ഷിക്കാൻ സാധ്യതയുണ്ടോ എന്ന്. അതിരുകവിഞ്ഞ അവലംബത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുക. നമ്മൾ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തതിന് ശേഷം അള്ളാഹുവിൽ അവലംബിക്കുന്നതിനെ കുറിച്ചും പ്രവർത്തിക്കേണ്ടത് മുഴുവൻ പ്രവർത്തിച്ചതിന് ശേഷം പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിനെ കുറിച്ചുമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളെയും യാതനകളെയും അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്ന് നാം എല്ലാവരും തന്നെ സംസാരിക്കാറുണ്ട്, പറയാറുണ്ട്. ഒരുപക്ഷെ വർത്തമാന കാലത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ തലമുറക്ക് ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണോ ഈ സംഭവവികാസങ്ങളിലൂടെ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇത് അത്ഭുത ദൃഷ്ടാന്തം തന്നെയാണ്. ഈ ദൃഷ്ടാന്തത്തിന്റെ ആഴവും പരപ്പും നമ്മൾ അറിയണമെങ്കിൽ ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞകാല ചില ചരിത്രം കൂടി നമ്മുടെ മനസ്സിലൂടെ കടന്നു വരേണ്ടതുണ്ട്. 1948 ഫലസ്തീൻ വിഭജിച്ച് സയനിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭ അംഗീകാരം നൽകിയപ്പോൾ അന്ന് സയനിസ്റ്റുകൾ സാധ്യമായ പ്രദേശങ്ങൾ ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ചു കൊടുത്ത ഒരു ഭൂ അതിരുണ്ടായിരുന്നു. ആ അതിര് മാത്രമല്ല, സാധ്യമായ പ്രദേശങ്ങൾ കൈവശപ്പെടുത്താനുള്ള ശ്രമമാണ് ആരംഭഘട്ടത്തിൽ നടത്തിയത്. ഈ സന്ദർഭത്തിൽ അറബികൾ ജോർഡാനും ഈജിപ്തും
അതുപോലെ തന്നെ സിറിയയും ചേർന്നിട്ട് ഈ സമയത്ത് അറബികൾക്ക് അവകാശപ്പെട്ട ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള സൈനിക നീക്കം നടത്തുന്നുണ്ട്. പക്ഷെ ആ സൈനിക നീക്കത്തിൽ അന്ന് സയനിസ്റ്റ് രാഷ്ട്രം അതിൻ്റെ ആരംഭത്തിന്റെ പിറവിയുടെ 1-ാം ദിനത്തിലാണ്. അവരുടെ കൈവശം വലിയ സന്നാഹങ്ങളൊന്നുമില്ല. പക്ഷെ അവരെ സഹായിക്കാൻ ലോകത്തെ വൻ രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. അറബികളുടെ കൈവശം അത്യാവശ്യം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും 1948 ദയനീയമായ സ്വഭാവത്തിൽ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി നിലനിർത്താൻ പോലും സാധ്യമാകാതെ അറബികൾ പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നഖ്ബ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ദുരന്തപൂർവമായ സംഭവങ്ങൾക്ക് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. പലസ്തീനിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവനിൽ കൊതിച്ചുകൊണ്ട്, ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയന്നുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അഭയാർത്ഥികളായി പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്തവരിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇന്നും തിരിച്ചു വരാൻ സാധ്യമല്ലാതെ ആ നാടുകളിൽ തന്നെ താമസിക്കുകയാണ്. ജോർഡാൻ ജനസംഖ്യയുടെ പകുതിയോളം പേർ ഇന്നും ഫലസ്തീനിലെ ഇങ്ങനെ പല ഘട്ടങ്ങളിലായി ഫലസ്തീനിൽ നിന്ന് പലായനം ചെയ്ത ജനതയാണ്. 1948 സംഭവ വികാസങ്ങൾ. പിന്നീടും അറബികളും പലസ്തീനികളും തമ്മിൽ പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1956 യുദ്ധമുണ്ടാകുന്നുണ്ട്. ആ യുദ്ധത്തിലും അറബികൾക്ക് പലതും നഷ്ടപ്പെട്ടു എന്നല്ല, അതൊന്നും കൈവശപ്പെടുത്താൻ സാധിച്ചില്ല. 1973 ചരിത്രപ്രസിദ്ധമായ മറ്റൊരു യുദ്ധത്തിന് ഫലസ്തീൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. 6 നാൾ നീണ്ടുനിന്ന യുദ്ധം എന്ന പേരിലാണ് ആ യുദ്ധം അറിയപ്പെടുന്നത്. ആ യുദ്ധത്തിലെ അതിനു മുമ്പ് 66 യുദ്ധം നടക്കുന്നുണ്ട്. ഈ 6 നാൾ നീണ്ടുനിന്ന യുദ്ധത്തിലെ അന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശാക്തിക രാഷ്ട്രങ്ങൾ ആയി ഒരു ഭാഗത്ത് റഷ്യയും മറുഭാഗത്ത് അമേരിക്കയും ഒക്കെ ഉണ്ട് എന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ ശക്തമായ രാഷ്ട്രങ്ങളായ അറബ് രാഷ്ട്രങ്ങൾ അന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ അറബ് നാഷണലിസം എന്ന് പറയുന്ന സോവിയറ്റ് റഷ്യയോട് ചേർന്ന് നിന്നുകൊണ്ട് അറബികളെ ദേശീയമായി സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ശക്തിയാക്കി മാറ്റാൻ സാധിക്കുമെന്ന ഒരു വികാരം അറബ് ലോകത്ത് നിലനിന്ന ഒരു ചരിത്രഘട്ടത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത്. ലോകത്തെ അറബികളുടെയും ലോകത്തുള്ള ധാരാളം മുസ്ലിങ്ങളുടെയും വലിയ ഒരാവേശമായിരുന്നു ജമാൽ അബ്ദുൽ നാസറിനെ പോലെയുള്ള ഭരണാധികാരികൾ. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് അൻവർ സാദത്തിനെ പോലെയുള്ള ഭരണാധികാരികളും. അവര് നാഷണലിസത്തിന്റെ അടിസ്ഥാനത്തില് ഫലസ്തീൻ ജനതയെ, ഫലസ്തീനിനെ അറബി പ്രദേശമാണ്, അത് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തും ജോർഡാനും സിറിയയും വളരെ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിച്ച് അറബികൾക്ക് മുൻ യുദ്ധങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാമെന്ന് കരുതിയിട്ടാണ് ആ യുദ്ധത്തിൽ അവർ പങ്കാളികളാകുന്നത്. പക്ഷേ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈജിപ്തിന്റെയൊക്കെ സൈനിക വിമാനങ്ങൾ ഒന്നടങ്കം തന്നെ മരുപ്പറമ്പിൽ പറന്നു പൊങ്ങുന്നതിന് മുമ്പ് തന്നെ തകർക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ജോർഡാനിനോ സിറിയക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. 6 ദിവസം കൊണ്ട് തന്നെ ഇസ്രയേലിന് ആകെ 100-ൽ പരം പട്ടാളക്കാർ കൊല്ലപ്പെടുകയും അറബികൾക്ക് ഏകദേശം 10,000-നും 20,000-നും ഇടയിലുള്ള പട്ടാളക്കാർ രക്തസാക്ഷികളാവുകയും 6 നാൾ കൊണ്ട് ലോകത്തിനു മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം അറബികൾ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ പരാജയമാണ്, ഇനി മറ്റൊരു രക്ഷാമാർഗവുമില്ല. കാരണം ഈ യുദ്ധം പരാജയപ്പെട്ടത് ഒരർത്ഥത്തില് വലിയൊരു തിരിച്ചടിയാണെങ്കിലും മറ്റൊരർത്ഥത്തില് വലിയ ഒരു പുതിയ വാതിൽ മുസ്ലിം ലോകത്തിന് തുറന്നു കൊടുത്തു എന്നാണ് ഞാൻ പറയുക. കാരണം മുസ്ലിം ലോകത്തിന്റെ പ്രശ്നങ്ങൾ ഇസ്ലാമിലൂടെയല്ല, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടുമല്ല പരിഹരിക്കാൻ സാധിക്കുക. മുസ്ലിം ലോകത്തിന്റെ പ്രശ്നങ്ങൾ ഒന്നുകിൽ അറബ് നാഷണലിസത്തിലൂടെ അല്ലെങ്കിൽ സോഷ്യലിസത്തിലൂടെ പരിഹരിക്കാൻ പറ്റുമെന്ന വാദം ഉന്നയിക്കുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു
ഈജിപ്തിലെ ഭരണാധികാരിയും അതുപോലെ തന്നെ സിറിയയിലെ ഭരണാധികാരിയും. സിറിയയിൽ മാത്രമല്ല ഇറാഖിലുമൊക്കെ ഇതേ ചിന്തയാണ് ഉണ്ടായിരുന്നത്. അറബ് ലോകത്തിന്റെ മേപ്പെടുത്ത് നോക്കിയാൽ ഈജിപ്ത്, ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ചിന്ത ശക്തിപ്പെടുന്ന ഒരു ചരിത്രഘട്ടത്തിൽ സ്വന്തം രാജ്യത്ത് മറിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണമെന്നും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇസ്ലാമികമായ ഒരു പ്രതലത്തിൽ ഊന്നിനതുകൊണ്ട് പ്രവർത്തിക്കണമെന്നും അവകാശപ്പെട്ട, അതിനുവേണ്ടി നിലകൊണ്ട ഇസ്ലാമിസ്റ്റുകളെ വേട്ടയാടുകയും കൊന്നൊടുക്കുകയും തൂക്കിലേറ്റുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവര് അറബ് ദേശീയതയെ സംരക്ഷിക്കാൻ വേണ്ടി ഫലസ്തീനിന് വേണ്ടി യുദ്ധം ചെയ്തത്. പക്ഷെ യുദ്ധത്തില് 6 നാൾ കൊണ്ട് ആ യുദ്ധത്തില് അവര് പരാജയപ്പെട്ടപ്പോൾ ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ട് നമ്മുടെ ഈമാനിന് വല്ല കുറവുമുണ്ടോ, നമ്മുടെ നിലപാടിന് ഇസ്ലാമിനോടും അള്ളാഹുവിനോടും റസൂലിനോടും നാം വെച്ച് പുലർത്തിയ കൂറിന് വല്ല ചോർച്ചയുമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് പകരം ഈജിപ്ത് ക്യാമ്പ് ഡേവിഡ് കരാറിൽ ഒപ്പുവെച്ചിട്ട് അൻവർ സാദത്ത് തന്റെ പരാജയത്തെ, ആ പരാജയത്തോട് മധുരമായി പകരം കിട്ടുകയില്ല, ഈ പരാജയത്തിൽ നിന്ന് ഒരിക്കലും തന്നെ തങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഇസ്രയേലുമായി അവരുടെ ബന്ധം ഇസ്രയേലുമായി ആദ്യമായി ബന്ധം സ്ഥാപിക്കാൻ മുന്നോട്ട് വരികയാണ് ചെയ്തത്. ഇതാണ് അവിടെ സംഭവിച്ചത്. തുടർന്ന് പലസ്തീൻ വിഷയത്തെ അറബ് പ്രശ്നമായിട്ടും അതിനൊരു ഇസ്ലാമിക പ്രശ്നമെന്ന അർത്ഥത്തിൽ അഭിമുഖീകരിക്കുന്നതിന് പകരം ഇസ്രയേലിന്റെ സഖ്യകക്ഷികളായ സാമ്രാജ്യത്വ ശക്തിയുടെ അമേരിക്കയുടെ സഹായ സഹകരണത്തോടുകൂടി പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഫലസ്തീനിലെ പോരാളി സംഘങ്ങൾ വരെ നടത്തിയത്. ഒരുപക്ഷെ ഈ യുദ്ധത്തിന്റെ തിരിച്ചടിയാണ് ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങൾക്ക് സോഷ്യലിസം അല്ല പരിഹാരം, ബാസിസമല്ല പരിഹാരം, മറിച്ച് ഇസ്ലാം തന്നെയാണ് പരിഹാരം, അതിന്റെ വഴികൾ അന്വേഷിക്കണമെന്ന ചിന്ത മുസ്ലിങ്ങളിൽ വ്യാപിക്കാനും ലോകത്ത് ഇസ്ലാമിക നവജാഗരണത്തിന്റെ ഉച്ചക്കും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ പരാജയം ഒരർത്ഥത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, ഈ ഒരു കാരണത്താൽ. ഏതായാലും പക്ഷെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും സന്ധി ചെയ്തുകൊണ്ടും അവരോട് ദയയാചിച്ചുകൊണ്ടും ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എത്രയോ കാലമായി ശ്രമിച്ചത്. അങ്ങനെയാണ് 90കളിൽ ഓസ്ലോ കരാറിൽ ഒപ്പുവെക്കുന്നത്. ഓസ്ലോ കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന ഇസ്രയേലിന്റെ അസ്തിത്വം അംഗീകരിക്കണമെന്നതായിരുന്നു. അതുവരെ ഇസ്രയേലിന്റെ അസ്തിത്വം അംഗീകരിക്കാത്തവർ ഇസ്രയേലിന്റെ അസ്തിത്വം അംഗീകരിക്കുകയും അങ്ങനെ ഈ ഓസ്ലോ കരാറിന് ശേഷം ദ്വിരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാകുമെന്ന മൂഢവിശ്വാസത്തോടുകൂടി ഫലസ്തീനിലെ സമരനായകനായ യാസിർ അറഫാത്ത് കീഴടങ്ങുകയും ചെയ്ത കരാറാണ് യഥാർത്ഥത്തിൽ ഓസ്ലോ കരാർ. പക്ഷെ ഓസ്ലോ കരാറ് ഒപ്പുവെച്ചതിന് ശേഷവും 20-ൽ പരം വർഷങ്ങൾ പിന്നിട്ടിട്ടും ദ്വിരാഷ്ട്രം സാധ്യമാകാതെ ഫലസ്തീനിൽ ഏകപക്ഷീയമായ ക്രൂരതകളുമായി ഇസ്രയേൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഈ സന്ദർഭത്തിലാണ് 1987 ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഇവിടെ പേര് പറയും, ഞാൻ പരമാവധി പേര് പറയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞു പോകും, കാരണം നിങ്ങൾ ഈ പല സ്ഥലത്തുള്ളവരാണല്ലോ കേൾക്കുന്നത്. ചില സ്ഥലത്ത് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പ്രശ്നമാണ്. അപ്പൊ ഏതായാലും ആ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം അവര് ഇസ്ലാമിനെ അടിത്തറയായി സ്വീകരിച്ചുകൊണ്ട്, ഇസ്ലാമിനെ ഒരടിസ്ഥാന നിലപാടായി സ്വീകരിച്ചുകൊണ്ട് ഫലസ്തീൻ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിച്ച, അങ്ങനെ ഫലസ്തീൻ പ്രശ്നത്തെ നോക്കിക്കാണാൻ ശ്രമിച്ച ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായിരുന്നു യഥാർത്ഥത്തിൽ ആ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം. ഇതാണ് ഈ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് കഴിഞ്ഞാല് അവന് അള്ളാഹു മതി. അപ്പൊ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ അവന് അള്ളാഹു മതിയെന്നും, അതുപോലെ തന്നെ വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുമുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആന് നമ്മളോട് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്.
അപ്പൊ സംസാരിക്കുക മാത്രമല്ല, ഖുർആൻ തന്നെ ചില സ്ഥലത്ത് വിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാത്ത രൂപത്തിൽ, നമ്മൾ പോലും ചിന്തിക്കാത്ത രൂപത്തിലായിരിക്കും ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തെ സഹായിക്കുക. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹ് പറയുന്നുണ്ട്, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാല് അള്ളാഹു അവർക്കൊരു മഖ്റജ്, അവർക്ക് അവരനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്വഭാവത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിഭവങ്ങൾ നൽകും. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ പ്രശ്നത്തെക്കുറിച്ച് ഇന്നലെ എന്നോട് ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം സന്ദേഹത്തോടു കൂടിയാണ് ചോദിക്കുന്നത്, ഇത്ര ദിവസം ഈ ബന്ദികളെ ഇവരെവിടെയാണ് താമസിപ്പിച്ചത്, ഇവരാരാ സഹായിച്ചത്? അപ്പൊ ആ ചോദ്യം ചോദിക്കുമ്പോൾ ചില ആളുകൾ ഇതിനെ വെച്ചിട്ടൊരു കോൺസ്പിറസി തിയറി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവരെ മറ്റാരോ സഹായിക്കുന്നുണ്ട്, അത് ഈ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തവർ തന്നെയാണ് സഹായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ പല തിയറികൾ. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനത്തെ സംശയം ഉണ്ടാകാൻ തോന്നുന്നത്, അള്ളാഹ് തന്നെ പറയുന്നത്, ഖുർആനിൽ അള്ളാഹ് പറയുന്നത്, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരും പ്രതീക്ഷിക്കാത്ത സ്വഭാവത്തിൽ, ആരും കരുതാത്ത സ്വഭാവത്തിൽ അള്ളാഹു അവർക്ക് വിഭവം നൽകും, അവരെ സഹായിക്കും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. എന്നിട്ടാണല്ലോ പറയുന്നത്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാലേ അവൻ അള്ളാഹു തന്നെ മതി. ഇന്നല്ലാഹ ബാലിഗു അംരി. അള്ളാഹു ഓരോ കാര്യങ്ങളും എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. നമ്മളെല്ലാ കാര്യങ്ങളും എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന. അപ്പൊ ഇന്നല്ലാഹ ബാലിഗു അംരിഹി എന്ന് ഖുർആൻ പറയുമ്പോൾ ഇത് വേറെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഈ ആയത്ത് അവതീർണമായത്. പക്ഷെ ഖുർആൻ ആയത്ത് ആ അവതരണ പശ്ചാത്തലത്തിൽ മാത്രം പരിമിതമല്ല, അത് പൊതുവായ എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ്. അപ്പൊ ഇന്നല്ലാഹ ബാലിഗു അംരി, അള്ളാഹു ഓരോ കാര്യങ്ങളും എവിടെയാണോ എത്തിക്കേണ്ടത്, ഏത് സ്ഥാനത്താണോ അവസാനിക്കേണ്ടത്, എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത്, അങ്ങനെ അള്ളാഹുവിൻ്റെതായ രീതിയുണ്ട്, അള്ളാഹുവിടെ എത്തിക്കുക തന്നെ ചെയ്യും. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു ചില നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല്, ഞാൻ 73 യുദ്ധത്തെ കുറിച്ച് പറഞ്ഞത്, 6 നാൾ നീണ്ടുനിന്ന യുദ്ധം. അന്ന് ജീവിച്ചൊരു മുസ്ലിം ആയിരുന്നു നമ്മളെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ പ്രസംഗിക്കാൻ വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ വരില്ല. കാരണം എന്താ പറയാ എന്നാലോചിച്ചിട്ട് ഞാൻ പറയാണ്. കാരണം 6 ദിവസം കൊണ്ട് 3 വലിയ സൈനിക ശക്തികള് യുദ്ധം തുടങ്ങാൻ ഇവർ പ്ലാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് ഈജിപ്ത് വിമാനങ്ങളൊക്കെ നിരത്തി വെച്ചു. ആദ്യം ജോർഡാൻ കര ആക്രമണം നടത്തണമെന്നും പിന്നെ ഈജിപ്ത് വ്യോമാക്രമണം നടത്തുമൊക്കെ തീരുമാനിച്ചു. പക്ഷേ ഈ തീരുമാനം നമ്മൾ തീരുമാനിക്കുന്ന അവരറിഞ്ഞു, പെട്ടെന്ന് തന്നെ തകർത്തു. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭത്തില് നമ്മൾ ആലോചിച്ചാല് എന്ത് നമ്മൾ പറയാ? അപ്പൊ അള്ളാഹ് എന്താ തീരുമാനിച്ചത് നമുക്കറിയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. അള്ളാഹു ഓരോ കാര്യങ്ങൾക്കും ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ ആ സംഭവം ഉണ്ടായതിനു ശേഷമാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അതിശീഘ്രമായി പടർന്ന് പന്തലിച്ചു. ആ സംഭവത്തിന് ശേഷം, ആ സംഭവത്തിന് മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വലിയൊരു നിരാശ മുസ്ലിം ലോകത്തുണ്ടാക്കിയപ്പോഴാണ് മുസ്ലിം ലോകം മറ്റൊരു മാർഗത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇത് തന്നെയാണ് പലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം. അതിനൊരു സോഷ്യലിസത്തിൻ്റെതായ ഒരു വശം ഉണ്ടായിരുന്നു. ഇസ്ലാമിനെ മാറ്റി ഇതിൻ്റെയൊക്കെ പുറകെ സഞ്ചരിച്ചപ്പോഴാണ് ഇസ്ലാമിസ്റ്റുകള് മറ്റൊരു സ്വഭാവത്തിൽ അവിടെ സഞ്ചരിച്ചത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വർത്തമാനങ്ങള് അള്ളാഹു ഓരോ കാര്യങ്ങൾക്കും എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ഞാനിപ്പോ പറയുന്നില്ല, യുദ്ധം കഴിഞ്ഞു എന്ന് പറയുന്നില്ല. ഈ യുദ്ധത്തില് ഒരു ഭ്രാന്തൻ പ്രസ്താവനയുമായിട്ടൊരു നേതാവ് വന്നിട്ടുണ്ട്. അതുപോലും ഇത്തരം ഭ്രാന്തന്മാർ ലോകത്തുണ്ടാകുന്നത് പോലും ഒരുപക്ഷെ ലോകത്തിന് ചിലപ്പോൾ അനുഗ്രഹമായിരിക്കാം, അല്ലാന്ന് പറയാൻ പറ്റില്ല. ആഭ്യന്തരമായി ഈ സാമ്രാജ്യ ശക്തി അമേരിക്കയും അതുപോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങളും തമ്മിലൊക്കെയുള്ള വലിയ ഒരു സഹകരണങ്ങൾ പലപ്പോഴും മുസ്ലിം ലോകത്തിന് വലിയൊരു ഭീഷണിയാണ്. അതിലൊക്കെ വിള്ളൽ വീഴാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരുപക്ഷെ ചരിത്രത്തില് ഇതുപോലെയുള്ള ഒരു ഭ്രാന്തൻ ഭരണാധികാരിക്ക് സ്വീകാര്യത കിട്ടുന്നത് ലോക ഭൂപടത്തിൽ തന്നെ വേറെ സ്വഭാവത്തിലുള്ള ചില മാറ്റങ്ങൾ, രാഷ്ട്രീയ രംഗത്ത് ചില പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണം. അതൊക്കെ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ വിശ്വാസിക്ക്
നമുക്കിപ്പോൾ ഉള്ള കാര്യം വെച്ചിട്ട് വിശദീകരിക്കാനേ പറ്റുള്ളൂ. അള്ളാഹ് കാണില്ല. അള്ളാഹ് ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ഭാവി വെച്ചിട്ട് പറയാം, നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ഖുർആൻ എല്ലാ കാലത്തുമുള്ള വിശ്വാസികളോട് പറയുന്ന കാര്യമാണ്, ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. അള്ളാഹു ഓരോ കാര്യങ്ങളും എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. എല്ലാറ്റിനും അള്ളാഹു ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ചിന്ത നമുക്ക് എപ്പോഴുണ്ടാണ്. ജയിച്ചാലും പരാജയപ്പെട്ടാലും തകർന്നാലും സങ്കടം കൊണ്ട് വാവിട്ട് നിലവിളിക്കേണ്ട അവസ്ഥ വന്നാലും ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. അള്ളാഹുവിൻ്റെതായ രീതിയുണ്ട്. ഓരോന്നും അള്ളാഹു ചില കാര്യങ്ങൾ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹ് എത്തിക്കേണ്ടിടത്ത് കാര്യങ്ങൾ എത്തിക്കും. ഇത് വ്യക്തി ജീവിതത്തിലും ആവശ്യമാണ്. ഇത് വെറും സാമൂഹിക ജീവിതത്തിനും പ്രാസ്ഥാനിക ജീവിതത്തിലും മാത്രം ഉണ്ടാകേണ്ട ഒരു സംഗതിയല്ല. വ്യക്തി ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി, അതോട് ബന്ധിപ്പിച്ച് പറയുകയല്ലേ, വിശ്വാസം. ജോലി നഷ്ടപ്പെട്ടു പോയി, നമ്മൾ ഉദ്ദേശിച്ച കാത്തിരുന്ന് എന്താണ്, ചില നിങ്ങളുടെ കൂട്ടത്തൊക്കെ ചില ആളുകളൊക്കെ സിറ്റിസൺഷിപ്പ് മാറാനൊക്കെ കാത്തിരിക്കുന്നവരുണ്ടാവും. എനിക്കറിയില്ലുണ്ടോ ഇല്ലെന്ന്. അപ്പോ നമ്മൾ വിചാരിച്ച ചിലപ്പോൾ പ്ലാൻ പോലെ അനുസരിച്ച് ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല, തിരിച്ചു വരണ്ടാവുന്നു. ഇങ്ങനൊക്കെ വരുമ്പോ ഇന്നല്ലാഹ ബാലിഗു അംരി, അള്ളാഹ് ഓരോ കാര്യങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. നിങ്ങൾ അവിടെ എത്തേണ്ട അവിടെ എത്തിക്കും. നമ്മൾ ഇവിടെ എത്തണ്ടെങ്കിൽ ഇവിടെ മതിയെങ്കിൽ അള്ളാഹ് ഇവിടെ എത്തിക്കൊള്ളു. ഞാൻ ഇവിടെ നിന്നാൽ മതി, വേറെ കൊണ്ട് പോണ്ടാ നല്ല തീരുമാനം, ഞാൻ ഇവിടെ ആവുള്ളൂ. ഞാൻ അത്ര പഠിച്ച് കളിച്ചിട്ട് കാര്യമില്ല. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഈ ഒരു അടിസ്ഥാന ചിന്ത നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോ ഈ വർത്തമാന കാലത്തെ വിശകലനം ചെയ്യുമ്പോഴും ഞാനിതിൽ തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നില്ല, എന്താണ് സംഭവിക്കാൻ നമുക്കറിയില്ല. എങ്കിലും അള്ളാഹു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ എന്ന ഒരു മനോഭാവത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇവിടെ വിശദീകരിക്കേണ്ടായി, ഏകദേശം ഫലസ്തീനിലെ 75,000-നും 1,00,000-നും ആളുകള് രക്തസാക്ഷികളായിട്ടുണ്ട്. കണക്കുകൾ പുറത്തു വരുന്നേ ഉള്ളൂ. ഈ ഭൂമിയുടെ അടിയിൽ നിന്നൊക്കെ മയ്യത്തുകൾ ഇനിയും ശേഖരിച്ചു വരുന്നേ ഉള്ളൂ. 471 ദിവസങ്ങൾ. പിന്നെ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ ഭീകരമായ ഈ ഏകപക്ഷീയമായ കടന്നാക്രമണം ഇത്ര അധികം ദിവസങ്ങൾ നീണ്ടു. അതിനുവേണ്ടി ചെലവഴിച്ച പണം അമേരിക്ക മാത്രം ഒരു വർഷത്തിനിടയിൽ ഒക്ടോബർ മുതൽ ഒക്ടോബർ വരെയുള്ള വർഷത്തിനിടയിൽ $17.9 ബില്യൺ ചെലവാക്കിയത്. അതിനുശേഷം പിന്നെ $17.9 ബില്യൺ ഈ ഒരു വർഷത്തിന്റെ ഒക്ടോബർ മുതൽ ഒക്ടോബർ വരെ ചെലവഴിച്ചതാണ്. അപ്പം ഇപ്പൊ ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ഏകദേശം 22 ബില്യൺ അമേരിക്ക മാത്രം ചെലവഴിച്ചിട്ടുണ്ടാവും. ഇസ്രായേൽ ചെലവാക്കിയ പണത്തിന് കണക്കില്ല. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇത്ര അധികം ചെലവഴിച്ചിട്ടും ഈ സമുദായം എങ്ങനെ പിടിച്ചിരുന്നു? ഇതൊരു അത്ഭുതമാണ്. ഇവിടെയാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ ചില പ്രസ്താവനകൾ ശ്രദ്ധേയം. നമ്മൾ വിശ്വാസത്തെക്കാൾ, ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധത്തെ, 6 നാൾ നീണ്ടിരുന്ന യുദ്ധത്തെയും ഈ 2024-25 നമ്മൾ സാക്ഷ്യം വഹിച്ച ഈ ചരിത്ര പ്രസിദ്ധമായ ഈ കാലത്തെയും പരസ്പര താരതമ്യം നമ്മൾ ആലോചിക്കുമ്പോൾ, ഖുർആനെ ഇസ്രായേൽ സമുദായത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഖുർആൻ പറയുന്ന ഒരു സംഭവമുണ്ട്. ബനൂ ഇസ്രായേൽ സമുദായം പണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ പിന്നില് അവർ അണിനിരന്നു. മൂസ അലൈഹി ഇസ്ലാം അവരെ രക്ഷിച്ചു. എന്നിട്ട് സീനാ മരുഭൂമിയിൽ കൊണ്ടുവന്നു. ഫലസ്തീൻ പ്രദേശം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത, നിങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ആ കാലത്തെ ബനൂ ഇസ്രായേൽ മുസ്ലിങ്ങളാണ് അവർക്ക് വാഗ്ദാനം ചെയ്ത പ്രദേശിത വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത് പിന്നെ പരിശുദ്ധമായ പ്രദേശമാണിത്. ഈ പ്രദേശം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോരാടി പിടിച്ചെടുക്കണം. അവിടെയുള്ള തോന്നിയവാസികളായ ആളുകളെ തുരത്തി ഓടിച്ചിട്ട് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല. എന്താണ്, നീയും നിന്റെ അള്ളയും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ 40 വർഷത്തോളം ഈ ജനത മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നാണ് ചരിത്രം. പിന്നീട് കുറെ കാലത്തിന് ശേഷമാണ് ഈ ഫലസ്തീൻ പ്രദേശത്ത് അമാലിക്ക വംശജരുടെ നേതാവായ ജാലൂത്ത് അവിടെ അടുക്കി ഭരിക്കുന്നു. ചുറ്റുവട്ടത്തുള്ള ഇസ്രയേൽ ജനതയൊക്കെ ക്രൂരമായി അടിച്ചമർത്തുന്ന ചരിത്ര സന്ദർഭത്തിലാണ് അവരോട് ഫലസ്തീനിലെ അമാലിക്ക വംശജരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീനിൽ ഒരു ഇസ്ലാമികമായ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹ് പറയുന്നത്. ഈ സന്ദർഭത്തില് വിശുദ്ധ ഖുർആൻ ഈ സംഭവം വളരെ വിശദമായിട്ട് ഖുർആനെ ചിത്രീകരിക്കുന്നുണ്ട്. ജാലൂത്തിന്റെയും താലൂത്തിന്റെയും സംഭവം എന്ന അർത്ഥത്തില് വിശുദ്ധ ഖുർആനെ വളരെ വിശദമായിട്ട് ഈ സംഭവം പറയുന്നുണ്ട്. ഈ സംഭവം പറയുമ്പോൾ ഖുർആൻ അവരോട് പറയുന്നത് അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനെ
പിന്നെ സൂറത്തുൽ ബഖറയിലെ 246 മുതൽ 251 വരെയുള്ള ആയത്തിൽ ഈ സംഭവം വിശദമായി പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹ്ക്കറിയാം ഒരു ജനതക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ വെറും സൈനിക ശക്തി കൊണ്ട് മാത്രം ഒരു ജനതക്ക് ജയിക്കാൻ പറ്റില്ല. അവർക്ക് ഈമാനികമായ ശക്തി വേണം, അള്ളാഹുവിലെ തവക്കുല് വേണം, സബ്ർ വേണം. ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ. ഇസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ സഹനം അവലംബിക്കുക, ക്ഷമിക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറച്ചു നിൽക്കുക, അള്ളാഹിനെ സൂക്ഷിക്കുക, അപ്പൊ നിങ്ങൾ വിജയികളായേക്കാം. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ സബുറ് കൊണ്ടും സലാത്ത് കൊണ്ടും അള്ളാഹുവിന്റെ സഹായം തേടുക എന്നൊക്കെ ഖുർആൻ പറയുമ്പോൾ ഒരു ജനതക്ക് ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റിയെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഇത്തരം ക്വാളിറ്റികൾ ഒരു ജനതക്ക് ഇല്ലാതായി കഴിഞ്ഞാല് അപ്പൊ ബനീ ഇസ്രായേൽ സമുദായത്തിൽ അന്ന് ഈ ക്വാളിറ്റിക്ക് ഇല്ലാത്ത ജനതയായിരുന്നു ഇവര്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വലിയ സംഭവമാണ്. അവരുടെ കൂട്ടത്തിൽ പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകനോട് അവർ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു രാജാവിനെ നിശ്ചയിക്കാൻ അള്ളാഹിനോട് പറയണം. വക്കാല ലഹും നബിയഹും, എന്നാൽ അവരോട് പറയുന്നുണ്ട്, പ്രവാചകനോട് വന്നിട്ട് പറയുന്നുണ്ട്, ഈ ആളുകൾ വന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, എന്താണ് ഇത് ഖാലൂലി നബിയല്ലഹും ഇത് അസ്ലനാ മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് രാജാവിനെ നിശ്ചയിച്ചു തരണം. ശരിക്കും പ്രവാചകൻ ഉണ്ടെങ്കിൽ ആ പ്രവാചകൻ തന്നെ അവളെ നേതാവ്, പിന്നെ വേറെ രാജാവിനെ നിശ്ചയിച്ചു തരാൻ പറയാൻ പാടില്ല. പക്ഷെ ഇവർ നാട്ടിലെ പലർക്കും രാജാവിനെ കണ്ടപ്പോൾ ഈ വയസ്സായ നബി നമുക്ക് പറ്റൂല എന്ന് തോന്നിയിട്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. ഇത് തന്നെ ഇവരുടെ ദൗർബല്യത്തെ തെളിവാണ്. അങ്ങനെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു രാജാവിനെ നിശ്ചയിച്ചു കൊടുത്തു. അവരെ പരീക്ഷിക്കാൻ വേണ്ടി ആരും അറിയാത്ത ഒരു കുടുംബ മഹിമയോ വംശമഹിമയോ ഒന്നും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത ഏതോ ഒരു ആട്ടിടിയനോ മറ്റോ തന്റെ പിന്നെ ആടിനെയൊക്കെ തെരഞ്ഞു വന്ന ഒരാളെ കാണിച്ചു കൊടുത്തിട്ട് അള്ള പറയുന്നത്, ഇതാണ് നിങ്ങളുടെ രാജാവ്. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, ഇയാളെങ്ങനെ അവളെ രാജാവാകാം? ഇദ്ദേഹത്തിന് ഞങ്ങളത്ര പൈസയില്ല, കരുത്തില്ല, പിന്നെ എങ്ങനെ? അപ്പൊ അള്ള പറയുന്നുണ്ട്, നിങ്ങളെക്കാളും കരുത്തും നിങ്ങളെക്കാളും പിന്നെ ഇൽമും അറിവും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അവസാനം അവര് മനസ്സുള്ള രാജാവിനെ സ്വീകരിച്ചു. ആ രാജാവിന്റെ പേര് താലൂത്ത് എന്ന രാജാവിന്റെ പേര് നേതൃത്വത്തിൽ അവർ ബനീ ഇസ്രായേൽ സമുദായം അമാലിക വംശജരെയും ജാലൂത്തിനെയും നേരിടാൻ പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ ഇവർക്ക് ഈ ജോർഡാൻ നദി മുറിച്ചു കടന്നിട്ടാണ് അവർ അവർ പോകേണ്ടത്. അപ്പൊ ഈ നദി മുറിച്ചു കടക്കുമ്പോ അള്ളാഹ് അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അള്ളാഹ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ നദി മുറിച്ചു കടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ അള്ളാഹു നിങ്ങളെ ഈ നദി കൊണ്ട് പരീക്ഷിക്കുന്നുണ്ട്. ആരെങ്കിലും ഈ നദിയിലെ വെള്ളം കുടിച്ചാൽ ഫമൻ ശരീബ മിൻഹു ഫലൈസ മിന്നി വമൻ ആരെങ്കിലും ഈ നദിയിലെ വെള്ളം കുടിച്ചാൽ, ചീന കുടിക്കരുത് പറഞ്ഞിട്ടില്ല, ഇനി നിർവാഹമില്ലെങ്കിൽ അവർ ദാഹിക്കുന്നുണ്ട്, അവർക്ക് അക്ഷമരാണ്. പക്ഷെ അള്ളാഹ്ക്ക് അവരെ പരീക്ഷണം, അവർക്ക് വേണ്ടത്ര ഈമാനുണ്ടോ, അവർക്ക് വേണ്ടത്ര സബറുണ്ടോ, അള്ളാഹ് പരീക്ഷിച്ചു. അള്ളാഹ് പറഞ്ഞു, ഈ നദിയിലെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പാടില്ല. ആര് കുടിക്കരുത്? നദി കുറിച്ച് കിടക്കും. കുടിച്ചേ മതിയാവും നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു കൈക്കുമ്പിൾ അത്ര വെള്ളയെ കുടിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹ് അവരോട് കൽപ്പിച്ചു. ഖുർആൻ പറയാണ്, പക്ഷെ അള്ളാഹു അങ്ങനെ കൽപ്പിച്ചെങ്കിലും യഥാർത്ഥത്തിലെ അവരിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാല് ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹു എന്നാണ്. നല്ലൊരു വിഭാഗം ആളുകൾ വാരിക്കോരി വെള്ളം കുടിച്ചു, ക്ഷമയില്ല. റസൂല് പറയുന്നത്, താലൂത്ത് എന്ന് പറയുന്ന രാജാവ് ഇവർ പറഞ്ഞിട്ടാണ് നിശ്ചയിച്ചു കൊടുത്തത്. ഇതവരെ നേതാവാണ്. നേതാവ് പറയുന്നത് കേൾക്കാൻ അവർക്ക് സന്നദ്ധതയില്ല. അള്ള പറഞ്ഞിട്ടാണ് ഈ നേതാവ് പറയുന്നത്. അള്ള പറയുന്നത് അനുസരിക്കാൻ അവർക്ക് സന്മനസ്സില്ല. അപ്പൊ അവർ വെള്ളം കുറെ കുടിച്ചു. അങ്ങനെ കുടിച്ചിട്ടാണ് അവർ നദി മുറിച്ച് കിടന്ന് ജാലൂത്തിനെ കാണുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, അവർ ജാലൂത്ത് ഫലമ്മാ ജാവസഹു ഹുവ വല്ലദീന ആമനൂ മഅഹു ഖാലൂ ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദി. ആ ജനത പറഞ്ഞു, ജാലൂത്തിനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ആരാ ഇത് പറഞ്ഞത് എന്നതിന് മുഫസ്സിറുകൾ പറയുന്നത്, ഈ അക്ഷമരായ, അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാത്ത, നേതാവിൽ വിശ്വാസമില്ലാത്ത, പറഞ്ഞത് കേൾക്കാത്ത, അനുസരണക്കേട് കാണിക്കുന്ന ഇവരുടെ കൂട്ടത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ജാലൂത്തിനോട് നേരിടാൻ കഴിവില്ല, ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവരെന്തായി, പേടിക്കാൻ തുടങ്ങി. എന്നാൽ അള്ളാഹ് പറയാണ്, അങ്ങനെ അവർ പറഞ്ഞപ്പോൾ എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടും ഉറപ്പുള്ള ഒരു ജനത, ഒരു ചെറിയ സംഘം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിയത്തിൻ കസീറ, എത്ര ചെറു സംഘങ്ങളാണ് വൻ സൈന്യങ്ങളെ പരാജയപ്പെടുത്തിയത് എന്ന് ചോദിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? യുദ്ധം ചെയ്തു.
നല്ല ശതമാനം ആളുകൾ ജാലൂത്തിനെ നേരിടാൻ ഞങ്ങൾക്ക് കരുത്തില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങിയപ്പോൾ ഈ ഒരു ചെറിയ സംഘം അള്ളാഹുവിനെ കണ്ടുമുട്ടു. മരിക്കാനുള്ളതാണ് ജീവിതം, ജീവിതം കാലാകാലം ജീവിക്കാനുള്ളതല്ല, മരിക്കാനുള്ളതാണ് എന്നറിയുന്ന ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ നേതാവ് പറഞ്ഞത് യുഹിബ്ബൂനൽ മൗത കമാ തുഹിബ്ബൂനൽ ഹയാത്ത്. നിങ്ങൾ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ മരണത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവരെന്നൊരു സൈന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഖലബത്ത് ഫിയത്തിൻ കസീറ. എത്ര എത്ര ചെറു സംഘങ്ങളാണ് വൻ സൈന്യങ്ങളെ പരാജയപ്പെടുത്തിയത് എന്ന് ചോദിക്കുകയും എന്നിട്ട് അവർ യുദ്ധം ചെയ്യുകയും ഫഹസമൂഹും ബിഇദ്നില്ലാഹ്. ഖുർആൻ പറയുന്നുണ്ട്, അവസാനം അവരിങ്ങനെ പറഞ്ഞു, എന്നിട്ട് അവരെ പിന്നെ അതൊക്കെ വിശദീകരിച്ച ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഫഹസമൂഹും ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവർ ജാലൂത്തിനെ പരാജയപ്പെടുത്തി. ഇത് ബനു ഇസ്രായേൽ സമുദായത്തിലെ ചരിത്രം. ഈ ചരിത്രം തന്നെയാണ് 1948 ഫലസ്തീൻ രൂപീകരിച്ചതിന് ശേഷവും പലതവണ ആവർത്തിക്കപ്പെട്ടു. അൻവർ സാദത്തും ഹാഫിസുൽ അസദും അബ്ദുള്ള രാജാവുമൊക്കെ ഈ 6 നാൾ യുദ്ധം ചെയ്തപ്പോഴേക്കും പരാജയപ്പെട്ടപ്പോഴേക്കും അവർ പറഞ്ഞു ജാലൂത്തിനെ നേരിടാൻ നമുക്ക് പറ്റൂല. ക്യാമ്പ് ഡേവിഡ് അവർ ഒപ്പുവെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിനേക്കാളും വലിയ ജാലൂത്തിനേക്കാളും വലിയ ജാലൂത്ത് അമേരിക്കയിൽ വന്നപ്പോൾ നോർമലൈസേഷന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഒപ്പുവെച്ചു. ഓസ്ലോ കരാറിൽ ഒപ്പുവെക്കാൻ അതിനു മുമ്പ് പറഞ്ഞപ്പോൾ പലസ്തീന നേതാക്കന്മാർ ഒപ്പുവെച്ചു. കാരണം അവരുടെയൊക്കെ മനസ്സതാണ്, ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയുള്ള ട്രംപിനെ പോലെയുള്ള ജാലൂത്തിനെ നേരിടാൻ ഞങ്ങൾക്ക് കഴിവില്ല. കാരണം അവർക്ക് ആ ബോധമുള്ളൂ. എന്നാൽ ഖാലിലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ് കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയത്തിൻ കസീറ. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ഉറപ്പുള്ള ജനത, നമ്മൾ എത്ര ചെറുതാണെങ്കിലും എത്ര നിസ്സാരന്മാരാണെങ്കിലും അള്ളാഹിന്റെ അനുമതി പ്രകാരം ചരിത്രത്തിൽ നിസ്സാരന്മാരായ ജനത ഒരുപാട് ആളുകളെ വിജയിച്ചിട്ടുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി അവർ യുദ്ധക്കളത്തിൽ ഉറച്ചു നിന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ചരിത്രം തന്നെയാണ് ഫലസ്തീനിൽ നിന്ന് ആവർത്തിച്ചിരിക്കുന്നത്. 1957 ഈ സംഘം ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ അവരുടെ കൈവശം ആയുധമുണ്ടാവും. അവരാരെ സഹായിക്കുന്നുണ്ട്? ചുറ്റുമുള്ള രാജ്യങ്ങൾ മുഴുവനും തന്നെ അവർക്കെതിരാണ്. ഉള്ളിൽ തന്നെയുള്ള കപടന്മാരായ നേതാക്കന്മാരെ ഇവർ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുകയാണ്. ആകെ സഹായിക്കുന്നത് ഒറ്റപ്പെട്ട ചില രാജ്യങ്ങളാണ്. അവർക്ക് തന്നെ ഇവരുമായി അതിർത്തി പങ്കിടാൻ പറ്റില്ല. പിന്നെ മറ്റൊരു മഹാതോന്നിയാസിയായ ഈ ബഷാർ അൽ അസദിന്റെ സിറിയനെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവർ സഹായിക്കുന്നത്. അള്ളാഹ് അങ്ങനെയും ചെയ്യും. സോനിയാസികളിലൂടെയും ഒരു സമുദായത്തെ ചിലപ്പോൾ സഹായിക്കും. ആ തോന്നിയാസി അവിടെ ഉള്ളത് കൊണ്ട് അതിന്റെ ഫലമൊക്കെ കുറച്ച് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചരിത്ര സാഹചര്യത്തില് കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയത്തിൻ കസീറ, വിശ്വാസവും ഈമാനും ഉണ്ടെങ്കിൽ ഒരു ജനതയ്ക്ക് ജയിക്കാൻ പറ്റുമെന്ന് താലൂത്തിന്റെ സൈന്യത്തിൽ അണിചേർന്ന ദാവൂദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അദ്ദേഹം ആട്ടിടയനായിരുന്നു. ഈ ജാലൂത്തിനെ കൊന്നു. പിന്നീട് താലൂത്ത് രാജാവായി, പിന്നീട് ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവായി, പിന്നീട് സുലൈമാൻ അലൈഹിസ്സലാം രാജാവ്. ഇതാണ് ഇസ്രായേൽ സമുദായത്തിന്റെ ചരിത്രം. ഈ ചരിത്രം ഇന്ന് മറ്റൊരു രൂപത്തിൽ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത് ഖുർആനെ ഇവിടെ മാത്രം പറഞ്ഞ കാര്യമല്ല. ഖുർആനെ പല സന്ദർഭങ്ങളിൽ ഒരു ജനത എന്ന് പറഞ്ഞ ഒരു ജനതയുടെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആനെ പല സന്ദർഭത്തിലും ഈ കാര്യം പറയുന്നുണ്ട്. വിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട്, വിശ്വാസികളെ അഭിമുഖീകരിച്ച് ഉദാഹരണത്തിന്റെ ബദർ യുദ്ധത്തിന്റെ സന്ദർഭം പറയുമ്പോൾ, ബദർ യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട് വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബത്തറൻ വരിയാ അന്നാസ്. മുഅ്മിനീങ്ങളോട് പറയാണ് വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബത്തറ വരിയാ അന്നാസ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും അതുപോലെ അഹങ്കാര പ്രമത്തരായി സ്വന്തം വീടുകളിൽ നിന്ന് പുറപ്പെട്ട ആളുകളെ പോലെ നിങ്ങളാകാൻ പാടില്ല. മുശ്രിക്കുകൾ അങ്ങനെ യുദ്ധത്തിന് വന്നത് അഹങ്കാരത്തോടുകൂടി, ദാർഢ്യത്തോടുകൂടി, ആളുകളെ കാണിക്കാനുള്ള ഈ ഉത്കടമായ ആഗ്രഹത്തോടുകൂടി വയസ്സുദ്ദൂൻ അൻ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളെ തടയാൻ വേണ്ടിയും ഇങ്ങനെ പുറപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകരുത് എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ ആയാൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല. മുസ്ലിം ലോകത്തെ ഞാൻ പറഞ്ഞ ആളുകളൊക്കെ അങ്ങനെ ആയവരാ. കാപട്യം മാത്രമാണ് അവർക്കുള്ളത്. അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അഹങ്കാരത്തോടുകൂടി ഒക്കെ യുദ്ധത്തിന് പുറപ്പെട്ടു. പക്ഷെ അവർ വയസ്സുദ്ദൂൻ സബീലില്ല, സ്വന്തം നാട്ടിലെ ഇസ്ലാമിസ്റ്റുകളെ തൂക്കിക്കൊല്ലുകയും കൊലക്ക് കൊടുക്കുകയും നിരോധിക്കുകയും ചെയ്തിട്ട് ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ട് അവർ യുദ്ധം ചെയ്തിട്ട് ആ യുദ്ധം അവർക്ക് ജയിക്കാൻ പറ്റില്ല. അങ്ങനെ ജയിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ആകരുത് എന്നാ ഖുർആൻ പറയുന്നത്. നമ്മുടെ ചരിത്രത്തില് അങ്ങനെ ആയ കുറെ ഭരണാധികാരികളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഭരണാധികാരികളിൽ നിന്ന് മാറി, അവരുടെ രീതിയിൽ നിന്ന് മാറി
അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയൽപ്പിച്ചുകൊണ്ടൊരു ജനത മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയതിന്റെ അനന്തരഫലം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വിജയം. ഖുർആൻ സത്യവിശ്വാസികളെ പഠിപ്പിക്കുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന് വിജയവും പരാജയവും ഉണ്ടാകുന്നത് അടിസ്ഥാനം വിശ്വാസം തന്നെ. അതിന് ഏറ്റവും നല്ല തെളിവായിട്ട് ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്ന ഉഹുദ് യുദ്ധത്തിന് ഉദാഹരണമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ഉഹുദ് യുദ്ധം. ബദറിൽ എളുപ്പം വിശ്വാസികൾ വിജയിച്ചു. ഉഹുദിലെ വിശ്വാസികൾക്ക് പരാജയം ഉണ്ടായി. ശരിക്കും പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ പരാജയപ്പെട്ട് നിരാശരായി തിരിച്ചു വന്നിട്ട് ആകെ തളർന്ന് പരവശരായി കിടക്കുന്ന വിശ്വാസികളോടാണ് ഖുർആൻ വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഗ്ലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ നിരാശപ്പെടരുത്, ദുഃഖിക്കരുത്, വിശ്വാസികളാണ് എങ്കിൽ നിങ്ങളാണ് ഉന്നതർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഉഹുദ് യുദ്ധത്തിൽ പുറപ്പെട്ട 1000-ഓളം വരുന്ന മുസ്ലിങ്ങളിൽ 300-ഓളം കപട വിശ്വാസികൾ വഴി മധ്യേ വെച്ച് തിരിച്ചുപോയി. നമുക്കറിയുന്ന ചരിത്രമാണ്. തിരിച്ചു പോയപ്പോൾ ബാക്കിയുള്ള ഈ 700-ഓളം വരുന്ന വിശ്വാസികളിലും പ്രധാനപ്പെട്ട ചില ആളുകൾ, പ്രത്യേകിച്ച് 2 പ്രബല ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, ബനു സലമ, ബനു ഹാരിസ എന്ന് പറയുന്ന 2 ഗോത്രക്കാർ. ഈ 2 ഗോത്രക്കാരും നമ്മളും തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചു. തിരിച്ചു പോകണം എന്നൊരു ടെൻഡൻസി അവർക്കുണ്ടായി. പോകലാണ് നല്ലത് എന്നവർക്ക് തോന്നി. അപ്പൊ റസൂലിന് മനസ്സിലായി ഇവരും തിരിച്ചു പോകാൻ സാധ്യതയില്ല. അപ്പാണ് റസൂല് അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അല്ല നിങ്ങൾ ആകാശത്തിൽ നിന്ന് മലക്കുകൾ ഇറക്കി സഹായിച്ച പോരെ. അപ്പൊ അവർക്ക് ധൈര്യം കിട്ടി, ബദറിൽ അല്ല സഹായിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് അവർ യുദ്ധത്തിൽ പോകുന്നത്. പക്ഷെ യുദ്ധത്തിൽ പോയിട്ട് നല്ല പരാജയം അനുഭവിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ല നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞല്ലോ, എന്നിട്ടൊന്നും സഹായിച്ചില്ല. ആളുകളുടെ സംശയം, അല്ല നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് സഹായിച്ചില്ല? ഈ സന്ദർഭത്തിൽ അല്ല പറയുന്ന മറുപടിയുണ്ട്, വലഖദ് സദഖകുമുല്ലാഹു വഅദ. അള്ളാഹു സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് സഹായിച്ചില്ല? അപ്പൊ അല്ല നമ്മളെ സഹായിക്കാതെ നമ്മളെ പറ്റിച്ചോ, നമ്മളെ ചതിച്ചോ? അങ്ങനെ ചതിക്കാൻ മാത്രം എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് എന്നതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത്, വലഖദ് സദഖകുമുല്ലാഹു വഅദ. നിങ്ങൾ അള്ളാഹു സഹായിച്ചില്ല എന്ന് നിങ്ങൾ കരുതണ്ട. വലഖദ് സദഖകുമുല്ലാഹ്, ഖുർആന്റെ പ്രയോഗം തന്നെ നോക്ക്. വലഖദ് സദഖകുമുല്ലാഹ്, തീർച്ചയായും അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഭയങ്കര ശക്തിയില പറയുന്നത്. ഇത് തഹസ്സൂനകും ബിഇദ്നി, യുദ്ധത്തിന്റെ ആരംഭഘട്ടത്തില് അള്ളാഹിന്റെ അനുമതി പ്രകാരം നിങ്ങൾ ശത്രുക്കളെ പരാജയപ്പെടുത്തി കൊന്നൊടുക്കി. ഈ സന്ദർഭത്തിൽ അള്ളാഹിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും. ഹത്താ ഇദാ ഫശിൽതും, കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ശൈഥില്യം ഉണ്ടായി, ശിഥിലമായി. അപ്പോൾ നിങ്ങൾ ശിഥിലമാവുകയും വതനാസഅതും ഫിൽ അംരി, നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഗനീമത്ത് സ്വത്ത് കണ്ടപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്തു? അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പന ധിക്കരിച്ചു. മിൻകും മൻ യുരീദു ദുനിയ വമിൻകും മൻ യുരീദുൽ ആഖിറ, നിങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവ് ആഗ്രഹിക്കുന്നവരും ആഖിറത്ത് ആഗ്രഹിക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ അള്ളാഹ് സഹായം പിൻവലിച്ചു. ഈ ആയത്തിന്റെ അർത്ഥം എന്താ? അള്ളാഹ് ഒരു സമുദായത്തെ സഹായിക്കുമ്പോ അവർ ശിഥിലാകരുത്. അവർക്കിടയിൽ അനൈക്യം, ഛിദ്രത, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളിപ്പോ നാട്ടിലൊക്കെ നടക്കുന്ന പോലത്തെ സംഭവമൊക്കെയാണ്. ഹിന്ദു മുസ്ലിം രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം എപ്പോഴും തമ്മിലടിയാണ്. അവിടെയാണ് ഗസയൊക്കെ ഒരു പാടാകുന്നത്. അവിടെ എത്ര വ്യത്യസ്തമായ ഓർഗനൈസേഷൻസ് ഉണ്ടായിട്ടും അവർ തമ്മിൽ നിലനിൽക്കുന്ന ഐക്യവും ഒരുമയൊക്കെ, കാരണം അവർ മെയിൻ കോസാണ്. അതിനെ അപകടപ്പെടുത്താത്ത വിധത്തിലുള്ള ഒരു ഐക്യം. അള്ളാഹ് പറയാണ്, ഇവിടെ ഉഹുദിൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ സഹായം ഉണ്ടായിരുന്നു, മലക്കുകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ. മലക്കുകളെ മുഴുവൻ അന്ന് പിൻവലിച്ചു എന്നാണ് ഈ ആയത്ത് ശരിക്കും വായിച്ചാൽ അങ്ങനെ തോന്നാം. കാരണം നിങ്ങൾക്കിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, നിങ്ങൾ തർക്കിക്കാൻ തുടങ്ങി, റസൂലിനെ ധിക്കരിച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ 2 വിഭാഗം ഉണ്ടായിരുന്നു, ദുനിയാവ് ആഗ്രഹിക്കുന്നവരും ആഖിറത്ത് ആഗ്രഹിക്കുന്നവരും. ദുനിയാവ് ആഗ്രഹിക്കുന്നവരെ അള്ളാഹ് ഇങ്ങനെ സഹായിച്ച് നടക്കില്ല. ആഖിറത്ത് ആഗ്രഹിക്കുന്നവരായിരുന്നു ബദറിലുണ്ടായി എന്ന് അള്ളാഹിന്റെ സഹായം കിട്ടി. പല സന്ദർഭത്തിൽ അവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്ന സഹായം കിട്ടി. ഇവിടെ 2 ഉണ്ടായിരുന്നു. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്തു? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി സഹായം പിൻവലിച്ചു എന്നാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഗസ്സ ദുനിയാവ് ആഗ്രഹിക്കാത്ത ആഖിറത്ത് ആഗ്രഹിക്കുന്നവരുടെ ഒരു സംഘമായി, ഒരു ഫെയ്ത്ത് ബേസ്ഡ് ആയ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു പോരാട്ടം അവർ നടത്തി. അതിന്റെ കൂടി ഫലമാണ് ഒരുപാട് ആൾ രക്തസാക്ഷികളായിട്ടുണ്ട്. ആ അർത്ഥത്തില് ഒരുപാട് ആളുകൾ രക്തസാക്ഷികളായ സ്ഥിതിക്ക് ഇതൊക്കെ ഒരു വിജയാന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടാകാം. കാരണം എത്ര ആളാണ് രക്തസാക്ഷികളായത്? ഒരു കണക്കുമില്ലാത്ത ആളുകൾ രക്തസാക്ഷികളായിട്ടുണ്ട്.
അപ്പൊ പിന്നെ നമ്മൾ എന്താണ് ഈ വർത്താനൊക്കെ പറയുന്നതിന് അർത്ഥം എന്നൊക്കെ ചിലപ്പോ ചില ആളുകൾ ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്നവരില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവര് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകളൊക്കെ നമ്മളൊക്കെ കാണുമ്പോൾ ഇത്തരം കാര്യം പറയാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രക്തസാക്ഷികൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാല് അതൊരു ഒരു ഒരു വലിയൊരു ഒരു എന്താണ് പറയേണ്ടത്, പിന്നെ ഒരു പരാജയം ഒന്നല്ല. ഇവിടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉഹുദിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് നിങ്ങളെ നിങ്ങൾ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നിങ്ങളെ സഹായിച്ചു എന്നാൽ സഹായിച്ചില്ല, നിങ്ങൾ ആഖിറത്ത് ആഗ്രഹിക്കുക നിങ്ങൾ സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ സഹായിക്കുക എന്നതിന്റെ അർത്ഥം വിശ്വാസികൾക്കിടയിലെ രക്തസാക്ഷികൾ ഉണ്ടാവുകയില്ല, ആളുകൾ കൊല്ലപ്പെടുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തകൂനു കല്ലദീന കഫറു, നിങ്ങൾ നിഷേധികളെ പോലെ ആവരുത്. വഖാലു ഇഖ്വാനിഹിം, ആ നിഷേധികൾ അവരുടെ സുഹൃത്തുക്കളോട് പറയുകയുണ്ടായി, ഇദാ ലറബു ഫിൽ അർളി ഔ കാനു ഗുസ്സ, ആ സുഹൃത്തുക്കൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയോ അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുകയോ ചെയ്യുമ്പോൾ അവർ പറയും, ലൗ കാനു ഇന്ധന മാ മാതു വമാ കുത്തിലു, അവരിപ്പണിയൊക്കെ നിർത്തിയിട്ട് നമ്മുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇവർ കൊല്ലപ്പെടുമായിരുന്നില്ല, രക്തസാക്ഷികളാകുമായിരുന്നില്ല. നമ്മളിപ്പോ അങ്ങനെ പറയുന്നുണ്ട്, ഇസ്മായിൽ ഹനിയ ഇപ്പണിക്കുന്നുണ്ടല്ലേ, സിൻവാർ, മുഹമ്മദ് ദൈഫ്, ഇങ്ങനെ ഒരുപാട് ആൾ രക്തസാക്ഷികളെ, ഹസൻ നസ്രുള്ള, ഇവരൊക്കെ ചെയ്തത് പൊട്ടത്തരയിൽ എന്നൊക്കെ ചോദിക്കുന്ന ചില വിഡ്ഢികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ മലയാളികളുടെ കൂട്ടത്തില്, മറ്റുള്ളവരൊക്കെ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിലൊക്കെ നോക്കിയാലും കാണുമ്പോൾ മുസ്ലിങ്ങളാ. ഈ ചങ്ങായിക്ക് എന്ത് പറ്റി, ആ ലബനാനിൽ മിണ്ടാതിരുന്നാ പോരേനോ, ഇവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ തന്നെ ഇവരിങ്ങനായി, പിന്നെ നിങ്ങളും കൂടി സഹായിക്കാൻ എങ്ങനെയൊക്കെ ചോദിക്കുന്ന മനുഷ്യന്മാരുണ്ട്. പണ്ട് കാലത്ത് കപട വിശ്വാസികളായ ആളുകൾ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയി രക്തസാക്ഷികളായ ആളുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ യുദ്ധത്തിന് രക്തസാക്ഷ്യത്തിന് പോകുമ്പോൾ അവർ പറയും, നിങ്ങളെ പിന്നെ എന്താണ്, അവർ യഥാർത്ഥത്തിൽ അവരങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, നൗക്കാനോ ഇന്ധന മാ മഹത്തു, ഞങ്ങളുടെ കൂടെ ആയിരുന്നുവെങ്കിൽ അവര് മരിക്കുമായിരുന്നില്ല, വമാക്കുത്തിലും അവർ അവര് രക്തസാക്ഷികളാകുമായിരുന്നില്ല. ഇത്തരം കാര്യങ്ങളെ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് ദുഃഖ നിമിത്തങ്ങളാക്കി വെക്കുന്നു. ഒരാൾ രക്തസാക്ഷിയാകുമ്പോൾ നമുക്ക് ദുഃഖം, നമുക്ക് പറഞ്ഞാൽ അവ അള്ളാഹ് കപട വിശ്വാസികൾക്ക് ദുഃഖം, നിഷേധികൾക്ക് ദുഃഖം. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളൊക്കെ ദുഃഖ നിമിത്തങ്ങളാക്കി വെക്കും. വിശ്വാസികൾക്ക് അങ്ങനെയല്ല. വിശ്വാസികൾക്ക് രക്തസാക്ഷികളാകേണ്ടി വരും, ചിലപ്പോൾ ആകേണ്ടി വരും. ഒരു കഷ്ടപ്പാടും ഒരു പ്രയാസവും ഇല്ലാതെ ഇസ്ലാമിനെ ഇവിടെ വിജയിപ്പിക്കുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ് തന്നെ പല സന്ദർഭത്തിൽ പറഞ്ഞു. നേരത്തെ പറഞ്ഞ വലാ തഹിനു വലാ തഹ്സനു എന്ന് പറഞ്ഞ ശേഷം അൻതുമുൽ അഗ്ലൗന ഇൻ കുന്തും മുഅ്മിനീൻ എന്ന് പറഞ്ഞ ശേഷം ഖുർആൻ പറയും, ഇൻ യംസസ്കും ഖർഹും ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലുഹു, നിങ്ങൾക്ക് പോറലേറ്റിട്ടുണ്ടെങ്കിൽ, പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിയോഗികൾക്ക് മുമ്പ് പരിക്കേറ്റിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജയവും പരാജയവും ഒക്കെ അള്ളാഹ് ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരും. ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെടും, നിങ്ങൾ തകർക്കപ്പെടും, നിങ്ങൾ കടുത്ത പരീക്ഷണങ്ങൾ അനുഭവിക്കും. എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അള്ളാഹ് പറയുന്നത്, വലിയഅലമല്ലാഹുല്ലദീന ആമനു, നിങ്ങളുടെ കൂട്ടത്തിലെ യഥാർത്ഥ വിശ്വാസികൾ ആരാന്ന് അള്ളാഹ്ക്ക് അറിയാം. ഇത്തരം സന്ദർഭത്തില് ഇസ്ലാം കൊണ്ട് കാര്യമില്ല എന്ന് പറയും. അതാണ് 73 യുദ്ധത്തിൽ സംഭവിച്ചത്. യുദ്ധം ചെയ്തിട്ട് പരാജയപ്പെട്ടപ്പോ ഇനി രക്ഷയില്ല, നമ്മൾ അവരുമായി വിട്ടുവീഴ്ച, സന്ധി, കരാറ് എന്ന് പറഞ്ഞ കപടന്മാരെ തിരിച്ചറിയാൻ, ചിലപ്പോൾ പരാജയം ഉണ്ടാകുന്ന അതിനു വേണ്ടിയാണ്. ഈ അഗ്ലമല്ലാഹുല്ലദീന ആമനു വയത്തഖിദ മിൻകും ശുഹദ, ഖുർആൻ പറയാണ്. പിന്നെ പറയാം, നിങ്ങളുടെ കൂട്ടത്തിന് രക്തസാക്ഷികളെ സ്വീകരിക്കാൻ വേണ്ടി, യഥാർത്ഥ വിശ്വാസികളെ കണ്ടെത്താൻ വേണ്ടി, രക്തസാക്ഷികളെ സ്വീകരിക്കാൻ വേണ്ടി, വലിയുമഹിസ്സല്ലാഹുല്ലദീന ആമനു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിശ്വാസികൾ അതാക്ക് കടഞ്ഞെടുക്കാൻ വേണ്ടി, പ്രതിസന്ധികളുടെ നാളുകളിൽ ഈമാനോടുകൂടി ഉറച്ചു നിൽക്കുന്നവരാരാണ് എന്ന് അള്ളാഹുവിനെ കടഞ്ഞെടുക്കാൻ വേണ്ടി, വയംഹഖൽ കാഫിരി, പിന്നെ പറയുന്നുണ്ട് വിശ്വാസികളെ തുടച്ചു നീക്കാൻ വേണ്ടി. തുടച്ചു നീക്കണമെങ്കിലും നിങ്ങളും കുറച്ച് കരുതലാണ്, പ്രിപ്പറേഷൻ വേണമല്ലോ. നിങ്ങളെല്ലാം തികഞ്ഞവരാണെന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് പോകണ്ട. ഇതിനൊക്കെ പല രൂപത്തിൽ ആയത്തിന് അർത്ഥം കൊടുക്കാം. ഇത് ഖുർആൻ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വഭാവത്തില് ഈമാനിനെയും അതുപോലത്തെ അള്ളാഹുവിൽ തവക്കുലും ചെയ്തുകൊണ്ടൊരു ജനത മുന്നോട്ട് പോയാൽ ആ ജനത വിജയിക്കുമെന്ന് ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്ന അർത്ഥത്തില് നമ്മുടെ വർത്തമാനകാലത്ത് നമുക്കും യഖീനായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അനുഭവം ആയി ഇത് മാറി എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമാണ്. ഇത് തന്നെയാണ് ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ
ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.